ഗായ്സ്, ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. സായിൻ്റെ ഒരു സ്പെഷ്യൽ ഡേ ആണ്. ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങിയ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട്. നമുക്കൊരു ചെറിയ സർപ്രൈസ് കൊടുക്കാം. ഓക്കെ, എന്താണ് സർപ്രൈസ് എന്നുള്ളത് നമുക്ക് വഴിയേ കാണാം. ഓക്കെ, സോ ഡു വാച്ച് അവർ വീഡിയോസ്. ഞങ്ങളിതാ വീട്ടിൽ നിന്ന് ഇറങ്ങി ബസ് സ്റ്റോപ്പിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ബസ് കയറിയിട്ട് വേണം നമുക്ക് സെൻറ്ററിലെത്താൻ. സെൻറ്ററിൽ പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് തിരിച്ച് വരാമെന്നായിരുന്നു ആദ്യത്തെ പ്ലാൻ. സെൻറ്ററിലെത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് പ്ലാൻ വീണ്ടും മാറി. നമുക്ക് അവിടുന്ന് യാൻഡോറിയേറ്റ് പോവാം, അവിടെ പോയി കഴിച്ചിട്ട് തിരിച്ചു വരാമെന്നായി. ട്രാമിലിരുന്ന് ഞാനിങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങൾ പറയുന്നുണ്ട്, പക്ഷേ സർപ്രൈസിനെ പറ്റി അപ്പോഴും ഞാൻ അറിയുന്നില്ല കേട്ടോ. നീ എന്തോ ഭയങ്കര മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്നേ? എനിക്ക് ഇഷ്ടമല്ലാത്തൊരു റെസ്റ്റോറൻറ്റിലോട്ടാണ് അനൂപ് എന്നെ ആദ്യം കൊണ്ടുപോയത്. അതിൻ്റെ പരാതിയായി ഇപ്പം ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന് പരിഹാരമായിട്ട് എൻ്റെ ഒരു ഫേവറേറ്റ് സ്പോട്ടിൽ പോകാം എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് വീണ്ടും ഞങ്ങൾ ഇറങ്ങി. അപ്പോഴാണ് നമ്മളിന്ന് എവിടുന്ന് കഴിക്കാൻ പോകുന്നതെന്നറിയോ? ഇവിടുന്ന്. അങ്ങനെ സർപ്രൈസ് പൊട്ടിയ സന്തോഷത്തിൽ ഞാൻ അവിടെ കിടന്ന് ബഹളം വെക്കുന്നത് എന്താണെന്ന് കേട്ട് കഴിഞ്ഞാൽ, ഇവിടെ കയറേണ്ട കണ്ണാൽ നമുക്ക് തിരിച്ചു പോകാം, ഇവിടെയൊക്കെ കയറി കഴിഞ്ഞാൽ ഒരുപാട് പൈസയാവും, നമുക്ക് നമ്മുടെ സ്പോട്ടിലൊക്കെ പോകാം എന്ന് പറഞ്ഞിട്ട് ബഹളം വെച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അകത്ത് കയറി കഴിഞ്ഞപ്പോൾ ഫുള്ള് ലൈറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അടിപൊളി വൈബായിരുന്നു. ഗോതംബർഗിലെ തന്നെ ഏറ്റവും ടോപ്പ് സ്കൈ ബാർ വിത്ത് റെസ്റ്റോറൻറ്റ് ഹെവൻ 23 അനൂപ് എന്നെ കൂട്ടിക്കൊണ്ടുപോയത്. അവിടെ എത്തിയപ്പോഴും ചോദിക്കുന്നുണ്ട്, നീ ഹാപ്പി ആയോ എന്ന്. ഹാപ്പിനെസ് കാരണം എൻ്റെ കൈയും കാലും ഒക്കെ വിറയ്ക്കുമായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു സ്പോട്ടായിരുന്നു ഈ ഒരു റെസ്റ്റോറൻറ്റ്. എന്ത് ഫുഡ് ഓർഡർ ചെയ്യണം എന്ന് ചോദിച്ച സമയത്തും എനിക്കൊന്നും പറയാനില്ലായിരുന്നു. ഈ ചുറ്റും ഇരുന്ന് നോക്കിയിട്ട് അനൂപിനോട് ഞാൻ എന്താ പറഞ്ഞതെന്നറിയോ? ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഗോതമ്പ് മുഴുവനും കാണാം. ഞങ്ങളങ്ങനെ ഒരു ചിയേഴ്സൊക്കെ പറഞ്ഞു. ഇവിടെ സമ്മർ ആയതുകൊണ്ട് തന്നെ എല്ലാ റെസ്റ്റോറൻറ്റുകളിലും നല്ല തിരക്കാണ്. 2 വീക്സിന് മുന്നേ സെറ്റ് ചെയ്ത സീറ്റും കാര്യങ്ങളും സർപ്രൈസ് പ്ലാനും ഒക്കെ എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അനൂപ്. ഇവിടുത്തെ കുറെ ഫേവറേറ്റ് സ്പോട്ട് ഉണ്ട് എൻ്റെ. അവിടെ എവിടെയെങ്കിലും ആയിരിക്കും പോകുന്നതെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. പക്ഷേ എൻ്റെ എക്സ്പെക്റ്റേഷൻസിനെല്ലാം വിപരീതമായിട്ട് ഇവിടെ കൊണ്ടുവന്നു. ഇവിടെ നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ വീടുണ്ട്, അവിടോട്ട് പോവാമെന്ന് പറഞ്ഞിട്ടാണ് എന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതും. സ്റ്റാർട്ടറായിട്ട് പറഞ്ഞത് കലമാരി ആയിരുന്നു വിത്ത് ബ്ലാക്ക് ഗാർലിക് സോസ്. ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നല്ല നാടൻ മസാലയായിരുന്നെങ്കിൽ ഇതിലും അടിപൊളിയായിരുന്നേനെന്ന്. സീ ഫുഡെല്ലാം എനിക്ക് ഇഷ്ടമായതുകൊണ്ട് മെയിൻ കോഴ്സായിട്ടാണ് എനിക്ക് ഓർഡർ ചെയ്തത് റെക്മക്ക എന്ന് പറഞ്ഞിട്ടൊരു പ്ലേറ്ററായിരുന്നു. ഓർഡർ ചെയ്ത ഫുഡെല്ലാം അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. ഹാപ്പി ഡേ ഹാപ്പി ടമ്മി. അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴും എന്നോട് ചോദിച്ചത്, ആർ യു ഹാപ്പി ബേബി? സൂപ്പർ ഹാപ്പി. തിരിച്ചിറങ്ങിയപ്പോൾ നല്ല മഴ ഉണ്ടായിരുന്നു ആൻഡ് ലൈറ്റിംഗ് ഒക്കെ കാണാൻ നല്ല ഭംഗി. അങ്ങനെ തണുത്ത മഴയുള്ള രാത്രിയിൽ ഗോത്യ ടവേഴ്സിനോട് ബൈ ഒക്കെ പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനിയും ഇതുപോലെയുള്ള കൊച്ചു കൊച്ചു സന്തോഷങ്ങളും കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയുമായി തിരിച്ചെത്തുന്നത് വരെ സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം സായി.